പുണ്യം പെയ്തിറങ്ങിയ ഒരു മാസക്കാലത്തെ വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ആത്മീയ ഉണർവിനൊടുവിൽ ഈദുൽ ഫിത്തർ വന്നെത്തിയതോടെ വിശ്വാസികൾ ആഘോഷത്തിലേക്ക് നീങ്ങി. ഈദുൽ ഫിത്തറിന്റെ പുണ്യത്തോടെ സൗദി ദമാമിലെ മലയാളി പ്രവാസികളും കുടുംബങ്ങളുമെല്ലാം ആഘോഷപൂർവ്വം പെരുന്നാളിനെ വരവേറ്റു. വ്രതാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനകളിൽ മുഴുകിയ ഇരുവ് പകലുകളുടെയും ഒടുവിൽ റമദാൻ ദിനരാത്രങ്ങൾ പോയി മറഞ്ഞ് ശവ്വാൽ അമ്പിളിപ്പിറ കണ്ടതോടെ പ്രവാസി സമൂഹം ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. പെരുന്നാളിന്റെ പുലർച്ചെ പള്ളികളിലും ഈദ്ഗാഹുകളിലും സംഗമിച്ച് ഈദ് നമസ്കാര ശേഷം സന്തോഷത്തോടെയും ആത്മനിർവൃതിയോടെയും തക്ബീർ ധ്വനികളാൽ ആഘോഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ദമാമിലെ ഒരു കൂട്ടം കുടുംബങ്ങൾ ഒന്നിച്ച് ഒരിടത്തു കൂടി പെരുന്നാൾ ആഘോഷം വ്യത്യസ്തമാക്കുകയായിരുന്നു. മൈലാഞ്ചിയിട്ടും കൈകൊട്ടിപ്പാടിയും മധുരം വിതരണം ചെയ്തും പെരുന്നാൾ സന്ദേശങ്ങൾ പരസ്പരം കൈമാറിയുമെല്ലാം ഇവർ ഒത്തുചേർന്നപ്പോൾ ഈദുൽ ഫിത്തർ കുടുംബങ്ങളുടെ സംഗമം കൂടിയായി മാറി. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും പരസ്പരം ആശ്ലേഷിച്ചും രുചിയൂറും വിഭവങ്ങൾ ഒരുക്കിയുമെല്ലാം പെരുന്നാളിനെ അവിസ്മരണീയമാക്കുകയായിരുന്നു ഈ കുടുംബങ്ങൾ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരാണ്, പല നാട്ടുകാരാണ്. എന്നാലും ഞങ്ങളെല്ലാം ഞങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി ഈ നോമ്പിന് ശേഷമുള്ള പെരുന്നാളിൻ്റെ ഒരു ത്രില്ലിലാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടെ ഇന്ന് രാത്രി വെടിക്കെട്ടുണ്ട്. അത് കഴിഞ്ഞു, വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ 2-3 ദിവസത്തെ പരിപാടിയോടും കൂടെ ഞങ്ങൾ ആഘോഷം ഇങ്ങനെ തുടരുകയാണ്. നാട്ടിൽ കഴിയുന്ന കൂട്ടുകുടുംബങ്ങളെ ഓർക്കുമ്പോൾ അരികിലെത്താൻ കഴിയാത്ത വിഷമങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി ഇവർ പെരുന്നാളിനെ സന്തോഷ സമ്പന്നമാക്കുന്നു. ഈ പെരുന്നാൾ ദിനത്തിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടി ആഘോഷിച്ച് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി. വളരെ സന്തോഷം, മനസ്സിന് വളരെ സന്തോഷമുള്ളൂ. നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും മിസ് ചെയ്യുന്നുണ്ട്. പ്രവാസികളായ നമ്മൾ ഈ സൗദി അറേബ്യയിൽ വളരെ ഗംഭീരമായിട്ട് ഈ പെരുന്നാൾ ആഘോഷിക്കും. കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും അത്യുന്നത സന്ദേശങ്ങൾ പാരിലെങ്ങും വാരുവിതറി മറ്റൊരു ചെറിയ പെരുന്നാൾ സുദിനം കൂടി ആഘോഷങ്ങളിൽ കടന്നു പോവുകയാണ്. പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം മറ്റൊരു പുണ്യങ്ങളുടെ പൂക്കാലത്തിനായി. സുബൈറുദ്ദീൻ, 24 ദമാം.